നമസ്കാരം. ഇസ്കോണിനും ഹിന്ദു സംഘടനാ നേതാക്കൾക്കുമെതിരെയുള്ള ഗൂഢാലോചന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തുടരുകയാണ്. ഇന്നായിരുന്നു പ്രഭു ചിന്മയ് കൃഷ്ണദാസ് എന്ന ഇസ്കോൺ സന്യാസിയുടെ ജാമ്യാപേക്ഷ കോടതി കേൾക്കേണ്ടിയിരുന്നത്. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ വക്കീലന്മാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതി കേസ് അല്ലെങ്കിൽ ജാമ്യ ഹർജി കേൾക്കുന്നത് 1 മാസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇതനുസരിച്ച് ജനുവരി 2 വരെയാണ്, അല്ലെങ്കിൽ അടുത്ത ജനുവരി 2-നായിരിക്കും ജാമ്യാപേക്ഷ കോടതി കേൾക്കുക. അങ്ങനെ ആണ് എങ്കിൽ തീർച്ചയായും അടുത്ത 1 മാസം കൂടി സ്വാമിജി ജയിലിൽ കഴിയേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇത് ജനാധിപത്യത്തെയും നിയമ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ ഇതിലേക്ക് പതിയുകയുമാണ്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് സ്വാമി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് രൂപം കൊടുത്തു അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തു എന്നതാണ് അദ്ദേഹം ചെയ്ത ഒരു കുറ്റം എന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പതാകയ്ക്ക് മുകളിൽ കാവി പതാക പാറിച്ചു എന്ന പേരിൽ രാജ്യദ്രോഹത്തിനാണ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് പിന്നാലെ ഏതാനും ചില സന്യാസിമാരെ കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ലോകമെമ്പാടും നടന്നു വരികയാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധങ്ങൾ ഇന്ന് നടക്കുകയാണ്. കേരളത്തിൽ ഇന്നു മുതൽ അടുത്ത 3 ദിവസത്തേക്ക് സംസ്ഥാന വ്യാപകമായി തന്നെ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഇസ്കോണിനെതിരെയും സ്വാമിജിക്കെതിരെയുമുള്ള ഗൂഢാലോചന തുടരുകയാണ്. ആദ്യ ഗൂഢാലോചന ഇസ്കോണിനെ നിരോധിക്കുക എന്നുള്ളതായിരുന്നു. അതിനായി ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ആശീർവാദത്തോടുകൂടി ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടു. ഈ ഹർജിക്ക് അനുകൂലമായിട്ടാണ്, അതായത് ഈ സംഘടന, ഇസ്കോൺ എന്ന സംഘടന നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ്, അത് മത തീവ്രവാദ സംഘടനയാണ് എന്നൊരു റിപ്പോർട്ടാണ് മുഹമ്മദ് യൂനസ് സർക്കാരും ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ നൽകിയത്. പക്ഷേ ലോകമെമ്പാടും സമാധാനത്തിൻ്റെ സന്ദേശവുമായി പ്രവർത്തിക്കുന്ന ഇസ്കോൺ എന്ന മതസ്ഥാപനത്തിന് നേരെ ഇപ്പോൾ തൽക്കാലം നിരോധിക്കേണ്ട അല്ലെങ്കിൽ നിരോധനം എന്ന നടപടി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അതിനെ തുടർന്ന് യൂനസ് സർക്കാർ തോറ്റ് പിൻവാങ്ങുകയായിരുന്നു. ഇസ്കോണിനെതിരായ കേസ് പിൻവലിച്ചായിട്ടാണ്, അല്ലെങ്കിൽ ഹർജി പിൻവലിച്ചുകൊണ്ടാണ് പിന്നീട് സർക്കാർ പ്രതികരിച്ചത്. പക്ഷേ ഈ പരാജയത്തിൻ്റെ ഒരു പക സർക്കാരിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്വാമിക്ക് ജാമ്യം നിഷേധിച്ച് ദീർഘകാലം ജയിലിൽ അടയ്ക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. അതായത് സ്വാമിക്ക് വേണ്ടി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ ഹാജരാകാൻ തയ്യാറായിരുന്ന വക്കീലന്മാരെ മുഴുവൻ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് രമൺ റോയി ആയിരുന്നു ഇദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾ ആക്രമിച്ചത്. അദ്ദേഹം ഗുരുതരമായ പരിക്കുകളോടുകൂടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് ആക്രമിക്കുന്നു, അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കുന്നു, വീട് ആക്രമിക്കുന്നു, ഭീഷണിപ്പെടുന്നു. ഇത് ഇദ്ദേഹത്തെ മാത്രമല്ല, ഏതാണ്ട് 51 അഭിഭാഷകന്മാരെയാണ് സ്വാമിജിക്ക് വേണ്ടി ഹാജരാകാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇവരുടെ എല്ലാം ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു, വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു, കൊല്ലുമെന്ന ഭീഷണി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകരാരും സ്വാമിജിക്ക് വേണ്ടി ഇന്ന് ഹാജരാകാൻ തയ്യാറായില്ല. തയ്യാറായിരുന്ന ആളുകളെയെല്ലാം ഇവർ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിഗുരുതരമായ പരിക്കുകളോടുകൂടി അവർ ചികിത്സയിലുമാണ്. ഇത് വ്യക്തമായ ഒരു ഗൂഢാലോചനയാണ്. ഇസ്കോൺ സന്യാസിയെ ദീർഘകാലം ജയിലിൽ വെച്ച് അദ്ദേഹത്തെ പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതോടുകൂടി സ്വാമിജിയുടെ ജീവന് വലിയ ഭീഷണിയുണ്ട് എന്നൊരാശങ്ക ഉയരുകയാണ്. കാരണം ബംഗ്ലാദേശ് ജയിലുകളിൽ സ്വാമിജി സുരക്ഷിതനല്ല എന്ന് ഇസ്കോൺ ആരോപിക്കുന്നുണ്ട്. ഇതിനവർ അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ട്, ഇന്ത്യ അടക്കമുള്ള സർക്കാരുകളുടെ സഹായവും തേടിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഇന്ത്യൻ സർക്കാർ സൂക്ഷ്മമായി ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുമ്പോൾ തന്നെ ഇസ്കോണിനെതിരെ വലിയ ഗൂഢാലോചന കടുപ്പിക്കുകയാണ് ബംഗ്ലാദേശ് സർക്കാർ. വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.